ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കിക്കാർ ഉൾപ്പെടെയുള്ളവർ. എന്നേക്കുമായി മുടങ്ങുമെന്ന് കരുതിയ പദ്ധതിക്ക് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചതോടെയാണ് പുതുജീവൻ വയ്ക്കുന്നത്. മധ്യകേരളത്തിന്റെ മുഖച്ഛായ മാറ്റേണ്ട പദ്ധതി 14 സ്റ്റേഷനുകളുമായി 111 കിലോമീറ്റർ ദൂരം 1998 വിഭാവനം ചെയ്തെങ്കിലും ഇന്നും ശബരിപാത ട്രാക്കിലായിട്ടില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പങ്കാളികളായാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. പലതവണ മാറിവന്ന സർക്കാരുകൾ പണം വകയിരുത്തിയെങ്കിലും പദ്ധതി തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥയിലാണ്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി 313 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. 30 കൊല്ലമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇല്ലെങ്കിൽ അത് വന്നു പോയാൽ കുറേ പേർ എന്നേക്കാൾ കഷ്ടമായിട്ട് അനുഭവിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാർ അങ്ങോട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാതെ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് 30 വർഷമായി. എന്തെങ്കിലും മക്കൾക്കൊന്നും കൊടുക്കാനോ ഒന്നും ഒരു രക്ഷയില്ല. ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും, ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും. അങ്ങനെ കാലങ്ങൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പലയിടങ്ങളിലും സതോൺ റെയിൽവേ ഇതിനോടകം സർവേ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2800 കുടുംബങ്ങൾ നഷ്ടപരിഹാരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 28ആയി. നമ്മുടെ 97 മുതൽ ഈ റെയിൽവേയുടെ സ്ഥലമെടുപ്പ് സംബന്ധിച്ച് സർവേ നടന്നു. 20 വർഷക്കാലത്തിലേറെയായി ആളുകൾക്ക് ഇങ്ങനെ ആശങ്കയിലേക്കുമായിരുന്നു. കർഷകരും സാധാരണ വീട് വെച്ച ആളുകളുമെല്ലാം സംസ്ഥാന ഗവൺമെൻറ് ഈ ശബരി റെയിൽപാതയുടെ പണി, ശബരി റെയിൽപാത പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പണി പൂർത്തീകരിക്കുന്ന സമീപനത്തിലേക്ക് നീങ്ങി ജനങ്ങളുടെ ഈ ആശങ്കയും അതുപോലെ കർഷകരുടെ ചിന്തക്കുഴപ്പയും എല്ലാം മാറ്റിക്കൊണ്ട് ഇതിൻ്റെ ഒരു പൂർത്തീകരണം എത്രയും പെട്ടെന്ന് നടപ്പാകട്ടെ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും വാഴക്കുളവും കടന്ന് ഇടുക്കിയിലെ തൊടുപുഴ, കരിങ്കുന്നം വഴിയാണ് കോട്ടയത്തെ രാമപുരത്തേക്ക് നിർദ്ദിഷ്ട പാത കടക്കുക. അങ്കമാലി മുതൽ തൊടുപുഴ വരെ റെയിൽപാത നിർമ്മാണത്തിന് സാമൂഹികാഘാത പഠനവും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.